ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല. എടാ, മയ്യത്ത് കാണാൻ പറ്റുമോ? ബാക്കി എല്ലാം പോട്ടെ. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരു ആണിന് കാണാൻ പറ്റുമോ? ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷൻ കാണരുത്, അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ, മരിച്ച വീട്ടിൽ പോയി നോക്കടാ. പെണ്ണുമ്പിള്ളാരുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക, ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കുക. ആൾക്കാർ വരുമ്പോ പൊക്കി കാണിക്കുക, കണ്ടോടാ എന്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, എന്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, ഇങ്ങനെ പൊക്കി കാണിക്കുക. കുളിപ്പിച്ചുകൊണ്ട് വന്ന് കിടത്തിരിക്കുക. പൊതിയാൻ പോവാ, ഇനി ആർക്കെങ്കിലും കാണണോ? ഇനി എന്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോവാ, ആർക്കെങ്കിലും കാണണോ? വാ, പിന്നെ പൊക്കി കാണിക്കും. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അങ്ങടെ നാട്ടിലൊക്കെ ഉണ്ട്. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് കവറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണണോന്ന്. കുഴിച്ചിടാൻ പോവാടാ, ആരിച്ചു വെക്കടാ. സ്വന്തം പെണ്ണുമ്പിള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവൻ. നിങ്ങൾ ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു പെണ്ണ് വയലിന്റെ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. താത്ത ഇപ്പോഴും തല തുറന്നിട്ടിരിക്കുക. താത്തായ്ക്ക് അറിയാം, താത്താടെ മൊബൈലിൽ വയല്, നരകം, കബറ്, പരലോകം, മത്സര. ഓ പടച്ചോനെ, എന്താ വയലെന്നറിയോ? താത്താടെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു പെണ്ണിന്റെ ഒരു തലമുടി താഴെ കിടന്നുള്ള ശിക്ഷ എന്താ ആലോചിക്കേ. ഏത് താത്തായ്ക്ക് ഇത് അറിയാത്തത്? എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ. ഒരു രോമം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നിങ്ങൾ ആലിക്കണം. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ടാ തലേ തുണിയിടും, എന്നിട്ട് വീടിന്റെ അകത്ത്